ഹൃദയപൂർവ്വം ഡയറക്റ്റഡ് ബൈ സത്യൻ അന്തിക്കാട്. സിനിമയിലെ നായകൻ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ. നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടും കൂടെ ഒരു കോംബോ ആയിട്ടൊരു സിനിമയിലൂടെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്ന് വേറെ ആയിരിക്കുമെന്ന് ഇവരുടെ കലാകാലങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും കണ്ട് നമുക്കറിയാം. കാരണം ഒരു 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 ജാതി കോമ്പിനേഷനാണിത്. ഇവരുടെ ഫീൽ ഗുഡ് മൂവീസ്, ഈ രണ്ട് പേരും കൂടെ ചേർന്ന് ഇറക്കിയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് നമുക്ക് അത്രയും നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മെമ്മറീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഇന്ന് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ചെന്നത്. എന്താണോ സത്യൻ അന്തിക്കാട് മൂവിയിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് പോയത് അത് 100% എനിക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്, വളരെ ഫീൽ ഗുഡായിട്ട്, തുടക്കം തൊട്ട് അവസാനം വരെ വളരെയധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ. അങ്ങനെയാണ് എനിക്ക് ഹൃദയപൂർവ്വത്തിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു സിനിമയുടെ തലപ്പത്ത് നിന്ന് അതിനെ വളരെ ഗംഭീരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ലാലേട്ടനാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്യാരക്ടറിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഗംഭീരമായിട്ട്, അതായത് വളരെ നൈസായിട്ട് ആ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം അഭിനയിച്ച് മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫീൽ ഗുഡ് സിനിമകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, ചിരിച്ച് കളിച്ച് ഒരുപാട് കോമഡിയൊക്കെ പറഞ്ഞ് ചില മാനറിസംസ് ഒക്കെ ഇട്ട് പോകുന്ന ആ ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, ആ ഒരു ലാലേട്ടനെ ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റി. വളരെ നൈസായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. വളരെ നൈസായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ, അതായത് ഈ ഒരു സിനിമയിലെ ആ ഒരു ലീഡിനെ ലാലേട്ടൻ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ലാലേട്ടൻ മാത്രമല്ല, നമ്മുടെ സംഗീത് അല്ലെങ്കിൽ അമൽ ഡേവിസും അതുപോലെ തന്നെ മാളവിക മേനോനും എല്ലാവരും കിട്ടിയ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ സംഗീത് കോംബോയും വളരെ നൈസായിരുന്നു. അവരുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോമഡീസും കാര്യങ്ങളൊക്കെ വളരെ നൈസായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിരുന്നു. സിനിമയുടെ ഒരു പ്ലോട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മുടെ ലാലേട്ടൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഒരു ഹാർട്ട് സർജറി ഉണ്ടായി. ഹാർട്ട് സർജറിക്ക് ശേഷം ഒരു ഡോണറിൻ്റെ അടുത്ത് നിന്ന് പുതിയൊരു ഹാർട്ട് നമ്മുടെ ലാലേട്ടന് കിട്ടുന്നു. ആൻഡ് അദ്ദേഹം ആ ഒരു പുതിയ ഹാർട്ടോട് കൂടി തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ലാലേട്ടന് ഈ ഹാർട്ട് ഡൊണേറ്റ് ചെയ്ത ആളുടെ മകൾ വന്നിട്ട് ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് അല്ലെങ്കിൽ കല്യാണം ഉറപ്പീരിന് ക്ഷണിക്കുന്നത്. കല്യാണം ഉറപ്പീര് അങ്ങ് പൂനെയിലാണ്, അവിടേക്ക് വരണമെന്ന് ലാലേട്ടനോട് പറയുന്നു. ലാലേട്ടൻ പൂനെയിലേക്ക് പോകുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നടക്കുന്ന വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് കോമഡീസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഹുക്കായിരിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ബോറടിക്കത്തില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര പോക്കാണ്. അതായത് ഭയങ്കര അധികം നല്ല കോമഡീസ് ആയിട്ടും അതുപോലെ തന്നെ അല്ലറ ചില്ലറ സ്റ്റോറി സംഭവങ്ങളൊക്കെ ബിൽഡായി അങ്ങനെ പോയിട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേനും സിനിമ കംപ്ലീറ്റ്ലി ഒരു ഇമോഷണൽ പാക്കേജിലേക്ക് കയറുന്നുണ്ട്. അതിനിടയ്ക്കും കോമഡീസ് വരുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഡള്ളായി പോകുന്ന പോലെ, ഒന്ന് ഡൗൺ ആയി പോകുന്ന പോലെ തോന്നിയെങ്കിലും സിനിമ വീണ്ടും ട്രാക്കിലേക്ക് കയറി വളരെ മനോഹരമായിട്ട് കൊണ്ട് അവസാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്കാണ് സിനിമയെ കൊണ്ട് ഇവർ നിർത്തിയിരിക്കുന്നത്. അതായത് അന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചാൽ, ഒന്ന് റൈറ്റിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കണ്ടന്റ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല എന്നറിഞ്ഞത് കൊണ്ട് ആയിരിക്കും അതിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ നൈസായിട്ട് ഈ ഒരു സിനിമ ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്ലൈമാക്സ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വളരെയധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. അതായത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെ ലാലേട്ടൻ പൂനെയിലേക്ക് പോകുന്നത്, അതായത് ഒരു വെക്കേഷൻ പോലെ പോകുന്നൊരു കഥയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മ വീടുകളിലോ അല്ലെങ്കിൽ കസിൻസിൻ്റെ വീടുകളിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറേ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ 1-2 ആഴ്ചയൊക്കെ പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടല്ലോ. എക്സാക്ട്ലി സെയിം ആണ്. നമ്മളും ലാലേട്ടൻ്റെ ഒപ്പം പൂനെയിലേക്ക് പോകുന്നു. അദ്ദേഹം ആ ഒരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേനും നടത്തുന്ന കുറച്ച് അഡ്വഞ്ചേഴ്സോ അല്ലെങ്കിൽ അഡ്വഞ്ചേഴ്സ് എന്നല്ല, അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ വളരെ നൈസായിട്ട് കാണിക്കുമ്പം ആ കൂടെ നിന്നുകൊണ്ട് നമുക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗംഭീര സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ഗുഡ് മൂവീസിനോട് ഇഷ്ടമുണ്ട്, നമ്മുടെ ലാലേട്ടൻ്റെ ഫീൽ ഗുഡ് മൂവീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനറിസം, അദ്ദേഹം ഫീൽ ഗുഡ് മൂവീസ് കാണിക്കുന്ന പരിപാടീസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കൊരു സത്യൻ അന്തിക്കാട് സിനിമയിൽ നിന്നും കിട്ടേണ്ട എല്ലാ എസൻസും കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയായിരിക്കും ഈ ഒരു ഹൃദയപൂർവ്വം. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക.